ചിക്കൻ നെക്ക് വലുതാക്കാനായിട്ട് ഹിമന്ത ബിശ്വ ശർമ്മ ശ്രമം ആരംഭിച്ചിട്ടുണ്ടല്ലേ? അങ്ങനെയുള്ള നീക്കങ്ങളുണ്ട്. അത് ഒരുപക്ഷെ ഹിമന്ത ആയിരിക്കണമെന്നില്ല, കേന്ദ്രത്തിൻ്റെ നീക്കങ്ങൾ അവിടെയുണ്ട്. ഇപ്പോൾ തന്നെ അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. അതുകൊണ്ട് ഹിമന്ത പറയുമ്പോൾ കുറച്ചുകൂടെ കാര്യഗൗരവത്തോടുകൂടി നമ്മൾ അതിനെ കാണേണ്ടി വരും. ഇപ്പോൾ തന്നെ അവിടെ ത്രിശക്തി കോർപ്സ് എന്ന് പറഞ്ഞുകൊണ്ട് സിലിഗുരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കരസേനയുടെ ഒരു വിഭാഗം അവിടെ നിലകൊള്ളുന്നുണ്ട്. ചിക്കൻ നെക്കിൻ്റെ കാവൽക്കാർ എന്ന് പറയുന്നത് ഇവരാണ്. അപ്പോൾ ഇവിടുത്തെ സൈനിക സാന്നിധ്യം ഇന്ത്യ അടുത്ത കാലത്തായിട്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് വരികയാണ്. ഏത് സമയത്തും നമുക്ക് അവിടെ ഒരു പ്രശ്നം ഉണ്ടാകാം എന്നുള്ളത് കൊണ്ട് തന്നെ. മറ്റൊന്ന് വ്യോമസേനയാണ്. ബാഗ് ഡോഗ്ര, ഹാസിമാര തുടങ്ങിയിട്ടുള്ള വ്യോമതാവളങ്ങളൊക്കെയും കൂടുതൽ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ ഇന്ത്യ അവിടെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഹിമന്ത പറയുമ്പോൾ ഇതിനെ നമ്മൾ എന്തുകൊണ്ട് കാര്യമായിട്ട് എടുക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം ഹിമന്ത കോൺഗ്രസിൽ നിന്ന് വന്നിട്ടുള്ള ഒരു നേതാവാണ്. പിറ്റേ ദിവസം BJP-യിലേക്ക് വരുന്നു. ഒരു കൃത്യമായ ഒരു RSSൻ്റെ നിലപാട്, BJP നിലപാടിനേക്കാൾ കൂടുതൽ ഹിമന്തയുടെ സ്വരത്തിൽ എപ്പോഴും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് RSSൻ്റെ ആ കാർക്കശ്യത്തോടു കൂടി ഇന്ത്യക്ക് ഉതകുന്ന തരത്തിലുള്ള നിലപാടുകളാണ് കാണുന്നത്. അപ്പോൾ ഹിമന്ത ഈ ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ ഹിമന്ത പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. പണ്ട് 71 ആ സമയത്ത് നമുക്കിവിടെ കോറിഡോറിൽ ഈ ഒരു വീതി കൂട്ടാനുള്ള ശ്രമം നടത്താൻ സാധിക്കുമായിരുന്നു. മാത്രമല്ല അന്ന് ബംഗ്ലാദേശ് കുറച്ചുകൂടെ നമ്മൾ ശ്രമിച്ചിരുന്നുവെങ്കിൽ ബംഗ്ലാദേശ് ആ ഭാഗം കൂടുതൽ ഭാഗം നമുക്ക് വിട്ടുതരാനും സാധ്യതകളുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ 71 ഈ ചിക്കൻ നെക്കിന് വീതി കൂട്ടാൻ, അതായത് 16 കിലോമീറ്റർ ഭൂമി നൽകാനായിട്ട് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി മുജീബുർ റഹ്മാനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അതൊരു വാക്കാലെ പറഞ്ഞു എന്നുള്ളതല്ലാതെ അതിനു വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലൊരു കൂടുതലായിട്ടുള്ള ഒരു ശ്രമം നടത്താനോ ഒന്നിനും ഇന്ദിരാഗാന്ധി മുതിർന്നിട്ടില്ല. ഇന്ദിരാഗാന്ധിയുടെ ആ ഒരു സമയത്തെ കാര്യങ്ങൾ പലപ്പോഴും അങ്ങനെയാണ്, പലതും വിട്ടുകൊടുക്കുന്ന ഒരു മനോഭാവമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അന്ന് ഇന്ത്യയുടെ സൈന്യത്തിൻ്റെ ഒരു സാക്രിഫൈസും കാര്യങ്ങളും ഒക്കെ അവർക്ക് അറിയാവുന്നതുകൊണ്ട് സ്വമനസാലെ അന്ന് മുജീബുർ റഹ്മാനൊക്കെ ഇന്ത്യയുമായി വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ബന്ധത്തിലിരിക്കുന്ന സമയം. അപ്പോൾ സ്വാഭാവികമായും കുറച്ചുകൂടെ ദീർഘവീക്ഷണത്തോടു കൂടി ഇന്നല്ലെങ്കിൽ നാളെ, ഇത് നമുക്ക് ഒരു തരത്തിൽ ഇന്ന് മുജീബുർ റഹ്മാനാണ്, നാളെ മറ്റൊരു ഭരണകൂടം വന്നാൽ ഒരുപക്ഷെ മുസ്ലിം രാജ്യമായി തന്നെ നിലനിൽക്കുന്നത് കൊണ്ട് നമുക്കൊരു ഭീഷണി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല അതിൻ്റെ ഒരു എന്താ പറയുക, സാമൂഹിക അവസ്ഥ അല്ലെ, പാരിസ്ഥിതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴേ അത് വികസിപ്പിച്ച് വെക്കുന്നതാണ് നല്ലത്. പിന്നീട് നമുക്കത് ഉപകാരപ്പെടും എന്നുള്ള തരത്തിലുള്ള ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള കാര്യങ്ങളൊന്നും ഒരുപക്ഷെ ഇന്ദിരാഗാന്ധിക്ക് പോകാതിരുന്നത് കൊണ്ടായിരിക്കാം ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു ആവശ്യപ്പെടൽ, ഒരു ഫ്രണ്ട്ലി ടോക്കിൽ ഇരുന്ന് പറയുകയാണ് ആ ഭാഗം ഒരു 16 കിലോമീറ്റർ വികസിപ്പിക്കാനുള്ള ഒരു കാര്യം നമുക്ക് ചെയ്യണമല്ലോ എന്നുള്ള ഒരൊറ്റ ടോക്കിൽ അവസാനിച്ചു എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് ഇന്ദിരാഗാന്ധി അത് ചെയ്തില്ല എന്നുള്ളത് അമ്മയെ കൊന്നാലും രണ്ട് ഭാഗങ്ങൾ പറയുമെന്ന് പറയുന്നത് പോലെ രണ്ട് തരത്തിൽ എന്നും വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കും. പക്ഷെ ഇന്ത്യയുടെ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥയെ വെച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിഭീകരമായ രീതിയിൽ പലപ്പോഴും അവിടെ നിന്ന് ബംഗ്ലാദേശിൽ നിന്നൊക്കെ ആണെങ്കിൽ പോലും പലതരത്തിൽ ത്രെട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇന്നത്തെ ഒരു പ്രശ്നം നമുക്ക് അവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഇന്നിപ്പോൾ ഇന്ത്യ അവിടെ വലിയ രീതിയിലുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങളൊക്കെയും നടത്തുന്നുണ്ട്. സമാന്തര പാതകൾ ഇന്ത്യ അവിടെ ഉണ്ടാക്കുന്നുണ്ട്, റെയിൽവേ വികസനം ഉണ്ടാക്കുന്നുണ്ട്. ഇത് ചരക്ക് നീക്കത്തിനുമാണ് എന്ന് പറയുമെങ്കിലും അവിടെ ഒരു വിഷയം വന്നിട്ടുണ്ടെങ്കിൽ കയറി അടിക്കാൻ നമ്മൾ മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ടി വരരുത് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോഴാണ് ഹിമന്ത പറയുന്നത് ഇപ്പോൾ 16 കിലോമീറ്ററാണ് അന്ന് ആവശ്യപ്പെട്ടതെങ്കിൽ നമുക്കൊരു കയറിയൊരു 20, 21, 22 കിലോമീറ്ററോളം വികസിപ്പിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഷർഗീൽ ഇമാമിനെ പോലുള്ളവരൊക്കെ നമുക്കറിയാം, JNUവിലെ വിദ്യാർത്ഥിയാണ്, പ്രൊഫസറാണ്, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകളാണ് പറയുന്നത്. മാത്രമല്ല ആ ഭാഗത്ത് നമുക്കറിയാലോ, അരുണാചൽ പ്രദേശ്, അസം, മണിപ്പൂരി, മേഘാലയ, മിസോറാം, നാഗാലാൻഡ് ആൻഡ് ത്രിപുര, ഈ 7 സിസ്റ്റേഴ്സിനെ മുറിച്ചെടുക്കും ഞങ്ങൾ എന്ന് പറയുകയൊക്കെ ചെയ്യുന്ന രീതിയിൽ വലിയ രീതിയിൽ നമുക്ക് അവിടെ ആ ഒരു ഭാഗം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പലപ്പോഴും ധാക്ക കണ്ണുവെച്ചുകൊണ്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അവർ സ്വന്തമായിട്ട് ഭൂപടം വരെ അടിച്ചിറക്കുകയും ഒക്കെ ചെയ്തതാണ്. ഒരു ബുക്കിൻ്റെ ഫ്രണ്ട് കവർ വരെ
കവർ ചിത്രം വരെ ഈ ഒരു ഭൂഭാഗം ഉൾപ്പെടുത്തിക്കൊണ്ടിരുന്നുള്ള ഒരു ചിത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് പാകിസ്ഥാൻ ഒരു സൈനിക മേധാവിക്ക് യൂനസ് കൈമാറുമ്പോൾ ഇത് ഇന്ത്യയുടേതല്ല, ഈ ഭാഗങ്ങൾ ഞങ്ങളുടേതാണ്, ഞങ്ങൾക്കിത് പിടിച്ചെടുക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട്, നിങ്ങൾ കൂടി ഒപ്പം നിൽക്കുകയാണ് എന്നുള്ള ഒരു കാര്യം കൂടി അതിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അത് ഇന്ത്യയോട് പറയുകയും ചെയ്യുന്നുണ്ട്. ആ ചിത്രത്തിലൂടെ തന്നെ, പ്രത്യക്ഷത്തിൽ പറഞ്ഞില്ലെങ്കിലും ആ ചിത്രത്തിലൂടെ ഇന്ത്യയോട് പറയാൻ ശ്രമിക്കുന്നതും ഇതൊക്കെ തന്നെയാണ്. ഈ NCP ലീഡർ, ബംഗ്ലാദേശിലെ NCP ലീഡറായിട്ടുള്ള ഹസ്നത്ത് അബ്ദുള്ളയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു നീക്കം അവിടെ നടക്കുന്ന സമയത്താണ് ഹിമന്ത പറയുന്നത്, നമുക്ക് ഈ ഒരു കാര്യം ചിക്കൻ നെക്കിൻ്റെ ഭാഗത്ത് കൃത്യമായൊരു ധാരണയിലെത്തണം. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു വാക്ക് വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുന്നത് ബലപ്രയോഗത്തിലൂടെയെങ്കിൽ ബലപ്രയോഗത്തിലൂടെ, അതിൽ ഇപ്പോൾ തെറ്റൊന്നും നമുക്ക് കാണേണ്ടതില്ല. മരുന്ന് കൊണ്ട് രോഗം ഭേദമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളവിടെ സർജറി നടത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യൂനസിനെ പോലുള്ളവർ അവിടെ ഉള്ളപ്പോൾ, ജമാഅത്തെ പോലുള്ളവരൊക്കെ അവിടെ ആ ഭാഗത്ത് നിലകൊള്ളുന്ന സമയത്ത് സർജറി വേണമെന്ന് ഹിമന്ത ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ, ഹിമന്തയുടെ വായിലൂടെ വരുന്നത് അല്ലെങ്കിൽ ഹിമന്തയുടെ വാക്കുകളിലൂടെ വരുന്നത് കേന്ദ്രത്തിന്റെ ഒരു തീരുമാനമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രിയൻ എന്താണ് ഇത് കേൾക്കുമ്പോൾ തോന്നുന്നത്? അല്ല, അങ്ങനെ തന്നെയാണ് വേണ്ടതും. അതായത് കേന്ദ്രം അങ്ങനെ ഒരു നിലപാട് എടുക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. കാരണം നമ്മുടെ രാജ്യത്തെ സുരക്ഷിതമാക്കി നിലനിർത്തുക എന്നുള്ളത് ഈ ഭീഷണിയെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല നടപടിയാണ് ഈ പറയുന്ന കോറിഡോർ വലുതാക്കുക എന്നുള്ളത്. അവിടെ ഇപ്പൊ തന്നെ ഒരു അയൺ കോറിഡോർ ആയിട്ട് അത് മാറിയിട്ടുണ്ട്. കാരണം അത്രയേറെ ബലവത്തായ സൈന്യത്തെ അവിടെ വിന്യസിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വേണ്ടത് മറ്റൊന്ന് കൂടിയാണ്, ആ ഭൂപ്രദേശങ്ങൾ കൂടി ഇന്ത്യക്ക് ഉതകുന്ന വിധത്തിൽ ചേർക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ ഈ 16 കിലോമീറ്റർ നമ്മൾ ചോദിച്ചു എന്ന് പറയുമ്പോൾ അതിന് പ്രധാനമായിട്ട് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പൊതുവെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സിലിഗുരി ഇടനാഴിക്ക് തൊട്ടടുത്തായിട്ട് 2 പരമാധികാര രാഷ്ട്രങ്ങളുണ്ട്. അന്ന് വടക്ക് നേപ്പാളുണ്ട്, തെക്ക് ബംഗ്ലാദേശ് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അന്ന് കിഴക്കൻ പാകിസ്ഥാനാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള വീതി കൂട്ടണമെന്നുണ്ടെങ്കിൽ അയൽ രാജ്യങ്ങളുടെ ഭൂമി കൂടി ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യം അന്ന് ഉണ്ടാകും എന്നാണ് പറയുന്നത്. പക്ഷെ അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ നമുക്ക് ഇത് സംസാരിച്ച് ഇപ്പോൾ എത്രയേറെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് ഇത്രത്തോളം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ആർജവമുള്ള ഒരു ഭരണാധികാരിയായിരുന്നു അന്നുണ്ടായിരുന്നു എന്നുള്ളതെങ്കിൽ ഈ പറയുന്ന രണ്ട് രാജ്യങ്ങളുടെയും കുറച്ച് ഭൂപ്രദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് നമുക്ക് വികസിപ്പിക്കാൻ പറ്റുമായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു 71 ബംഗ്ലാദേശ് രൂപീകരണത്തിന് ഇന്ദിരാഗാന്ധി വഹിച്ചിട്ടുള്ള ആ സമയത്ത് ആ ഒരു പങ്ക് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു മേൽക്കൈ ഉണ്ട്. ആ മേൽക്കൈ ഉള്ളപ്പോൾ നമുക്ക് അത് എങ്ങനെ ഉപയോഗപ്പെടുത്താം, ഇന്നല്ലെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലത്തെ ഇന്നല്ലെങ്കിൽ നാളെ അത് നമുക്ക് എങ്ങനെ ഉപയോഗത്തിൽ വരും, ഇപ്പോൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്ന ഒരു എന്താ പറയുക, ഒരു ബോധം അന്ന് ഇന്ദിരാഗാന്ധിക്ക് ഇല്ലാതെ പോയോ എന്നുള്ള ഒരു കാര്യം കൂടി അവിടെ നിലനിൽക്കുന്നു. മറ്റൊന്ന് സിക്കിമിൻ്റെ ലയനമാണ്. ഈ ചിക്കൻ നെക്കിന് നേരിട്ട് വീതി കൂട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും ആ പ്രദേശത്തിൻ്റെ സുരക്ഷ ശക്തമാക്കാനായിട്ട് ഇന്ദിരാഗാന്ധി ഒരു നീക്കം നടത്തിയെന്നാണ് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സിക്കിമിനെ ഇന്ത്യയുടെ ഭാഗമാക്കിയത് എന്നുള്ള ഒരു ന്യായീകരണം വരുന്നുണ്ട്. നമുക്കത് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ സിക്കിം ഇന്ത്യയോട് ചേർന്നതോടുകൂടി ചൈനയ്ക്കും സിലിഗുരി ഇടനാഴിക്കും ഇടയിൽ ഇന്ത്യക്ക് ഒരു വലിയ രീതിയിലുള്ള പ്രതിരോധ നിര കിട്ടി എന്നൊക്കെ ഇവർ വാദം പറയുന്നുണ്ട്. പക്ഷേ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇപ്പോഴെങ്ങനെയാണ് ഈ സിലിഗുരി ഇടനാഴി എന്ന് പറയുന്നത് ദിനം പ്രതി എന്നോണം വാർത്തകളിൽ നിറയുന്നത്? അപ്പോൾ ആ ഒരു ഇടനാഴിക്ക് എത്രത്തോളം പ്രാധാന്യം ഇന്ത്യയുടെ അതിർത്തി നിർണയത്തിലും അല്ലെങ്കിൽ ഇന്ത്യയുടെ സുരക്ഷയിലും രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ചെയ്യാതിരുന്നതിൻ്റെ ഒരു ദോഷഫലം ഇന്ന് അനുഭവിക്കുന്നുണ്ട്. അത് മാറ്റണമെന്ന് തന്നെയാണ് ഹിമന്ത ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്.